ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നേന്ത്രപ്പഴവും കുറച്ച് പാലുമുണ്ടെങ്കിൽ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാൽ വാഴക്കയുടെ റെസിപ്പി നോക്കാം. അതിനായി ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കാഷ്നട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കാഷ്നട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ആ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതൊരു വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാട് ഇട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റായി ആ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് പാലെടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാലിപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരി നന്നായിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പാലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഒന്ന് കുറുകി വരണം. അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പാലെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ ചവ്വരിയെല്ലാം നന്നായിട്ട് കുക്കായി ആ പാലെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇതിപ്പോൾ തണുത്തതിന് ശേഷമാണ് ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പാൽ വാഴയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.